അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീന ബിറദല്ലാഹ് അമ്മാ ബഅദ്. പ്രിയമുള്ള സഹോദരന്മാരെ, ശ്രോതാക്കളെ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. ഹബീബുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം എന്താണെന്ന് പഠിക്കുകയും അത് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യേണ്ട ഒരു നല്ല സന്ദർഭത്തിലാണ് നാം ഒക്കെ ഉള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളും മനുഷ്യരായ നമ്മുടെ വിജയത്തിന് ആവശ്യമായ ധാരാളം മാതൃകകളും പാഠങ്ങളും ഉൾക്കൊള്ളുന്നവയാണ്. ആ കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഒരു പാഠമാണ് സ്വരാജ്യ സ്നേഹം. ഒരു വിശ്വാസത്തിന്റെ ഭാഗമാണ്, അല്ലെങ്കിൽ ഒരു വിശ്വാസിയുടെ ബാധ്യതയാണ് എന്ന കാര്യം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ ജീവിതത്തിൽ ഒരിക്കലുണ്ടായ അനുഭവം ചരിത്രത്തിൽ പറയുന്നത് കാണാം. ഒരു ദിവസം മദീനയിൽ ഒരു വലിയ ശബ്ദം കേട്ട് ജനങ്ങൾ എല്ലാവരും അവിടേക്ക് ഓടി ചൊല്ലുകയാണ്. എന്താണ് സംഭവിച്ചതെന്നറിയാൻ എല്ലാവരും രാത്രി സമയത്ത് ഓടിയെത്തുമ്പോൾ അവർക്ക് കാണാനായ കാഴ്ച, ഹബീബുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് തിരിച്ചു വരുന്നതാണ്. തന്റെ രാജ്യത്തിന്റെ സുരക്ഷയും അതിന്റെ സമാധാനവും എല്ലാവരെക്കാളേറെ തന്റെ ബാധ്യതയാണെന്ന് മനസ്സിലാക്കിയ അവിടുന്ന് തിരിച്ച് പോരുന്ന വഴിയിൽ കണ്ട ജനക്കൂട്ടത്തോട് പറഞ്ഞു, ആരും പേടിക്കേണ്ടതില്ല, ആരും പേടിക്കേണ്ടതില്ല. അത് യാത്രക്കാർ തമ്മിലുണ്ടായ ചെറിയൊരു കശപിശയാണ്. നമ്മുടെ രാജ്യം സുരക്ഷിതമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ ചരിത്ര സംഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ള പാഠം, ഒരാൾ എപ്പോഴും തന്റെ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി, തന്റെ രാജ്യത്തിന്റെ നാനോന്മുഖ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ സ്വന്തം രാജ്യത്തെ വല്ലാതെ സ്നേഹിക്കുകയും ആ രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി എന്തെല്ലാം തന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുമോ അതെല്ലാം ചെയ്ത് കാണിക്കുകയും ചെയ്തിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ നിന്ന് ഒരു പ്രത്യേക സാഹചര്യത്തിൽ മദീനയിലേക്ക് ഹിജറ പോകുമ്പോൾ മക്കയുടെ മണ്ണിനെ നോക്കി വളരെ വ്യസനത്തോടു കൂടി പറഞ്ഞൊരു സന്ദർഭം ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണുന്നുണ്ട്. ഓ മക്ക, നീ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രാജ്യമാണ്. പക്ഷേ നിന്റെ അഹ്ലുകാർ എന്നെ പറഞ്ഞയച്ചത് കൊണ്ട് മാത്രമാണ് എനിക്കിവിടെ നിന്ന് പോവേണ്ടി വരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരുപാട് ഹദീസുകളിലും സ്വന്തം രാജ്യത്തെയും അവിടുത്തെ ജനങ്ങളെയും തന്റെ സുഹൃത്തുക്കളെയും തന്റെ ബന്ധുമിത്രാദികളെയും ഒക്കെ ബഹുമാനിക്കാനും ആദരിക്കാനും ആ നാടിനെ സ്നേഹിക്കാനും അവിടുന്ന് നമ്മോട് പറഞ്ഞതായി കാണാം. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, തന്റെ എല്ലാം തന്റെ പിറന്ന നാടാണ്. അവിടെയാണ് അവന്റെ വീടും അവന്റെ മാതാപിതാക്കളും ഇഷ്ടജനങ്ങളും സുഹൃത്തുക്കളും എല്ലാം ഉള്ളത്. ആ നാടിന്റെ പുരോഗതി തന്റെ കൂടി പുരോഗതിയാണെന്ന് മനസ്സിലാക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരു വിശ്വാസി ശരിയായ വിശ്വാസിയാകുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നേരത്തെ സൂചിപ്പിച്ച ചരിത്ര സംഭവത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് മഹത്തായ കാര്യമാണ്. എന്റെ രാജ്യത്തിന് എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചാൽ അവിടെ ആദ്യം ഓടിയെത്തേണ്ടത് ഞാനായിരിക്കണം. എന്റെ രാജ്യത്തിന്റെ ആളുകൾ അവർക്ക് എന്തെങ്കിലും ഭയമുണ്ടായാൽ അവരെ സമാധാനിപ്പിക്കേണ്ടതും അവർക്ക് വേണ്ട സഹായ സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കേണ്ടതും എന്റെ ബാധ്യതയാണ് എന്ന മഹത്തായ പാഠം അതുകൂടിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവിടെ പഠിപ്പിക്കുന്നത്. സ്വന്തം രാജ്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി, സ്വന്തം രാജ്യത്തിന്റെ സുസ്ഥിരതയ്ക്ക് വേണ്ടി, അതിന്റെ അഖണ്ഡതയ്ക്ക് വേണ്ടി, അതിന്റെ പുരോഗതിക്ക് വേണ്ടി, ആ രാജ്യത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി തന്നെ കൊണ്ടാവുന്ന മുഴുവനും ത്യജിക്കാനും സമർപ്പിക്കാനും ഒരു വിശ്വാസി തയ്യാറാവണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നതായി കാണാം, റിബാത്തു യൗമിൻ ഫീ സബീലില്ലാഹി ഖൈറും മിനദ് ദുനിയ വമാ അലൈഹാ. അല്ലാഹുവിന്റെ മാർഗത്തിൽ തന്റെ രാഷ്ട്ര നിർമ്മാണത്തിന്റെ അല്ലെങ്കിൽ അതിന്റെ പുരോഗതിയുടെ വഴിയിൽ ഒരു ദിവസം ചെലവഴിക്കുന്നത്, ഒരു ദിവസം അല്ലാഹുവിന്റെ മാർഗത്തിൽ പടപൊരുതുന്നത് ദുനിയാവിലുള്ളതും അതിനുള്ളതിനേക്കാളും ഒക്കെ അല്ലാഹുവിന്റെ അടുക്കൽ സ്ഥാനമുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇത്തരം വലിയ വലിയ പാഠങ്ങളാണ് ഒരു രാജ്യത്തെ സ്നേഹിക്കുന്ന, ആ രാജ്യത്ത് ജീവിക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസിക്ക് മാതൃകയെ വേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറ്റൊരവസരത്തിൽ പറഞ്ഞത് കാണാം, അൽ മുഅ്മിനുൽ ഖവിയ്യ്, ശക്തനായ വിശ്വാസി, ഖൈറും വഅഹബ്ബു ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവനാണ്,
അവനാണ് അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും ഉത്തമൻ. മിനൽ മുഅ്മിനി ദഈഫ്, ദുർബലനായ വിശ്വാസിയേക്കാൾ. ഒരു വിശ്വാസി എപ്പോഴും മാനസികമായും ശാരീരികമായും ശക്തനായിരിക്കണം. തന്റെ വീടിനും കുടുംബത്തിനും നാടിനും നാട്ടുകാർക്കും നേരെ വരുന്ന ഏത് പ്രതിസന്ധികൾ അതിജയിക്കാനും അവന് കഴിവുണ്ടായിരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു, അങ്ങനെ കഴിവുള്ള ശക്തനായ വിശ്വാസിയാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളവനും അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും ഉത്തമനും. വഫീ കുല്ലിൽ ഖൈർ, അവിടുന്ന് തുടർന്ന് പറയുകയാണ്, എല്ലാ കാര്യങ്ങളിലും നന്മയുണ്ട്. ഇഹ്രിസ് അലാ മാ യൻഫഉക, പക്ഷേ ഓരോന്നിലും നന്മ മാത്രം തെരഞ്ഞെടുത്ത് നിനക്ക് ഉപകാരമുള്ളത് നീ കണ്ടെത്താൻ ശ്രമിക്കണം. അതനുസരിച്ച് പ്രവർത്തിക്കാനായിരിക്കണം നിന്റെ ശ്രമം. വസ്തഇൻ ബില്ലാഹ്, എപ്പോഴും അള്ളാഹുവിന്റെ സഹായം പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കണം, അത് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കണം. കാരണം അള്ളാഹുവിന്റെ സഹായമില്ലാതെ ഈ ലോകത്ത് ആർക്കും ഒന്നും ചെയ്യാനാവില്ല. വലാ തഅ്ജിസ്, ഒരിക്കലും ഭീരുത്വം നിന്റെ ഭാഗത്തുനിന്നുണ്ടാവരുത്, ദുർബലത നിന്റെ ഭാഗത്തുനിന്നുണ്ടാവരുത്. എപ്പോഴും എന്തിനും സന്നദ്ധനായി നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ള യത്നം നമ്മുടെ എല്ലാവരുടെയും ഭാഗത്തുനിന്നുണ്ടാവണം. അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഐശ്വര്യവും സമാധാനവും സന്തോഷം നിറഞ്ഞൊരു രാജ്യത്താണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി, ഈ രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്ക് വേണ്ടി, ഈ രാജ്യത്തിന്റെ നാനോന്മുഖ പുരോഗമന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി തന്നെ കൊണ്ടാവുന്നത് മുഴുവനും ചെയ്യുക എന്നതാണ് ഈ രാജ്യത്ത് ജീവിക്കുന്ന നല്ലവരായ വിശ്വാസികളുടെ ബാധ്യത. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഈ രാജ്യത്തിന്റെ പുരോഗതിയും യശസ്സും അഭിമാനവും അന്തസ്സും ലോകാവസാനം വരെ നിലനിർത്തി തരുമാറാവട്ടെ. ആമീൻ എന്ന പ്രാർത്ഥനയോടുകൂടി വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.